قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والسابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി UP സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തിലെ വ്യവസ്ഥകളെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. സുപ്രീം കോടതി ജഡ്ജിമാരായ JB പർദവാല, മനോജ് മിശ്ര അടങ്ങുന്ന ബെഞ്ചാണ് ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും അതുപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമത്തിലെയും വ്യവസ്ഥകൾക്ക് കീഴിൽ, നിയമ വകുപ്പുകൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 5 ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഈ ജഡ്ജിമാർ രൂക്ഷമായി വിമർശിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 UP സർക്കാർ മതപരിവർത്തന നിരോധന നിയമം ആദ്യമായി കൊണ്ടുവരുന്നത്. പിന്നീട് അത് 2024 ജൂലൈ മാസം 30 കൂടുതൽ കടുത്ത വ്യവസ്ഥകളോടുകൂടി ആ നിയമം അമെൻഡ് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമത്തിൻ്റെ ഇതിനകത്ത് ചേർത്ത വ്യവസ്ഥകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഏതാണ്ട് 12ഓളം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം, ആൻറ്റി കൺവെർഷൻ ലോ നിലനിൽക്കുന്നുണ്ട്. 12ഓളം സംസ്ഥാനങ്ങളുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതുണ്ട്. പിന്നെ രാജസ്ഥാനിലാണ് ഈ അടുത്ത് അത്തരമൊരു നിയമം കൊണ്ടുവന്നത്. കൂടുതൽ കടുത്ത വ്യവസ്ഥകളോടെയാണ് ആ നിയമവും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലെ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് മറ്റു മതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതം മാറണമെങ്കിൽ പോലും ആ മതം മാറ്റത്തിന് 60 ദിവസം മുൻപ് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ പോയി അയാൾ അഫിഡവിറ്റ് നൽകണം, സത്യവാങ്മൂലം നൽകണം. മതം പഠിച്ച് മനസ്സിലാക്കി മറ്റൊരു മതത്തിലേക്ക് മാറണമെങ്കിൽ പോലും, അഥവാ സമ്മർദ്ദമോ ബാഹ്യ സ്വാധീനമോ അല്ല, മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ തനിക്ക് ബോധ്യപ്പെട്ടതാണെങ്കിൽ പോലും മതം മാറണമെന്നുണ്ടെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ചെന്ന് 60 ദിവസം മുമ്പ് ചെന്ന് സത്യവാങ്മൂലം നൽകണം. താൻ ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പേരിലോ പ്രകോപനങ്ങളുടെ പേരിലോ പ്രലോഭനങ്ങളുടെ പേരിലോ അല്ല മതം മാറുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തണം. ജില്ലാ മജിസ്ട്രേറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷണ ഉത്തരവ് നൽകണം. പോലീസ് അന്വേഷിക്കണം ഇയാൾ ഏതർത്ഥത്തിലാണ് മതം മാറാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുമാത്രമല്ല, സ്വകാര്യ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യണം. അയാളുടെ മതം മാറുന്ന വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഇതൊന്നും കൂടാതെ ഒരാൾ മതം മാറിയാൽ അയാൾ പഠിച്ചിട്ടാണോ അല്ലേ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല, അയാൾ 3 കൊല്ലം തടവ് ശിക്ഷ അനുഭവിക്കണം. ഇതാണ് UP സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തിലെ പ്രൊവിഷൻസ്, വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകളെയാണ്
ഓണറസ് കണ്ടീഷൻസ് ആണത്. അഥവാ ഒരു പൗരന് താങ്ങാൻ പറ്റാത്ത ഭാരമുള്ള വ്യവസ്ഥകളാണിത്. അതോടൊപ്പം നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 യു പി സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഏത് പൗരനും ഏത് മതവിശ്വാസം സ്വീകരിക്കാനും ആ വിശ്വാസം പ്രഖ്യാപിക്കാനും ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും ആ വിശ്വാസം പ്രഘോഷിക്കാനുമുള്ള അനുവാദം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകിയിരിക്കുന്നു. അതിന്മേലുള്ള കയ്യേറ്റമാണിത് എന്ന് സുപ്രീം കോടതി അതിശക്തമായി യു പി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അഥവാ ആർട്ടിക്കിൾ 25 അവരെ ഓർമ്മിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ മതപരിവർത്തനത്തെ എതിർക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഏർപ്പാടല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ സംഘപരിവാർ മത പരിവർത്തനത്തെ എതിർത്തിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് കൂടുതൽ ശക്തമായത്. 1999 ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ജനുവരി 22 അന്നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആ മനുഷ്യനെ ഒഡീഷയിലെ കിയാഞ്ചഹാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫിലിപ്പ് തിമോത്തി എന്ന് പറയുന്ന 2 കുട്ടികളോടൊപ്പം അവരുടെ ജീപ്പിൽ കിടന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവരെ ആ ജീപ്പ് മൊത്തം തീയിട്ട് ചുട്ടുകൊന്നത് അന്നാണ്. അതിന് പറഞ്ഞത് അവർ ഇതിൻ്റെ മറവിൽ മതപരിവർത്തനം നടത്തുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾക്കെതിരെയും പാതിരിമാർക്കെതിരെയും ശക്തമായ കയ്യേറ്റങ്ങളും മർദ്ദനങ്ങളും നടക്കുകയാണ്. ഇതൊക്കെ ഇവർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന പേരിലാണ്. ഈ ജമ്മു കാശ്മീരിൽ പോലും ഈ അടുത്ത ദിവസം നമുക്കറിയാം അവർ സഞ്ചരിച്ച വാനുകളൊക്കെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ അവിടെ നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘപരിവാറിന് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ അടിസ്ഥാന രേഖയാണല്ലോ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന ഇന്ത്യയിലെ ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശമാണ് മതവിശ്വാസവും മതം സ്വീകരിക്കാനുള്ള അവകാശവും എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഇവരെന്താണ് ഇത്ര അസ്വസ്ഥപ്പെടുന്നത്? ഇവർ ഇതിനെ ഭയക്കുന്നത് എന്തിനാണ്? ഇത് പറയുമ്പോൾ ഒരു പക്ഷേ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അവരുടെ വെർഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുക, ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരല്ല, ഞങ്ങൾ ഫോഴ്സ്ഡ് കൺവേർഷനാണ് എതിര്, അഥവാ നിർബന്ധിത മതപരിവർത്തനത്തിനാണ് എതിര് എന്നാണ് അവർ സാധാരണ പറയാറുള്ളത്. അഥവാ പ്രകോപിപ്പിച്ചും ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തും അതുപോലെ തന്നെ ചാരിറ്റിയുടെ മറവിലൊക്കെ ആണിവിടെ യഥാർത്ഥത്തിൽ കൺവേർഷൻ നടക്കുന്നത്. അല്ലാതെ ആരും മതം പഠിച്ച് ഇവിടെ കൺവേർഷൻ നടക്കുന്നില്ല എന്നാണ് അവരുടെ വാദം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ പേരിലുള്ള അഥവാ ഫോഴ്സ്ഡ് കൺവേർഷന് മാത്രമല്ല എതിര്. സംഘപരിവാർ മതപരിവർത്തനത്തിന് തന്നെ എതിരാണ്. അഥവാ മതങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്ത് പഠിച്ച് ഒരാൾക്ക് മതം മാറണമെങ്കിൽ പോലും സംഘപരിവാർ അതിനെതിരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് പിന്നെ ഇങ്ങനെ പറയുന്നത് എന്ന്. അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, 2 കാരണങ്ങളാണ് മുഖ്യമായിട്ട് അതിനകത്തുള്ളത്. ഒന്നാമത്, പഠിച്ചറിഞ്ഞ മതപരിവർത്തനത്തെ തങ്ങൾ എതിർക്കുന്നു എന്ന് വന്നാൽ ഒരാൾ മതങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് താൻ ഇപ്പോൾ നിലകൊള്ളുന്ന മതം പറ്റില്ല, മറ്റൊരു മതത്തിലേക്ക് മാറണം. സംഘപരിവാർ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം, ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കോ ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കോ പരിവർത്തനം ചെയ്യുന്നതിനെ ലക്ഷ്യമിട്ടല്ല ഇത് ചെയ്യുന്നത്. ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്കുള്ള കൺവെർഷനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മതം മാറാൻ തീരുമാനിച്ചാൽ പോലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? എന്നിട്ട് അവരെ അതിനെ എതിർക്കാതെ ഞങ്ങൾ ഫോഴ്സൽ കൺവേർഷനാണ് എതിർക്കുന്നത് എന്ന് പറയുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് മതം മാറാനുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യവും കൊടുക്കുന്നു. അങ്ങനെ ഒരു വലിയ രാജ്യത്തെ ഭരണഘടന അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവിടുത്തെ പൗരന് കൊടുത്തിരിക്കെ
അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം പരിപാടിയാണല്ലോ. അത് തങ്ങൾ ഭരണഘടനക്ക് തന്നെ എതിരാണ് എന്ന് പുറത്തു വരും, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടും. അതാണ് ഒരു കാരണം. അത് തങ്ങളുടെ ഇമേജിനെ തകർക്കും, തങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തകർക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ ഗ്ലോബലായി തന്നെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്വതന്ത്ര ചിന്തക്ക് വേണ്ടിയിട്ടും ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ശക്തമായ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ ആധുനിക കാലം എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്ത, ചിന്താപരമായ സ്വാതന്ത്ര്യം, ജനാധിപത്യപരമായ അവകാശം, പൗരാവകാശം, പൗരസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ വേണ്ടി ശക്തമായ ശബ്ദങ്ങളും മുറവിളികളും ലോകത്ത് ആഗോളതലത്തിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്കൊരു മതം ശരിയല്ല, മറ്റൊരു മതമാണ് ശരിയെന്ന് തോന്നി അങ്ങോട്ട് മാറുന്നത് എതിർക്കപ്പെട്ടാൽ ഈ പറഞ്ഞതുപോലെ ഇമേജ് തകരും, ക്രെഡിബിലിറ്റി തകരും. അപ്പൊ അതുകൊണ്ട് നേർക്ക് നേരെ അതിനെ എതിർക്കാൻ കഴിയില്ല. എന്നാൽ മതപരിവർത്തനത്തെ ശക്തമായി തടയിടുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത്. അഥവാ ഇവിടെ ലവ് ജിഹാദിലൂടെയാണ് മതമാറ്റം നടക്കുന്നത്, അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദിലൂടെയാണ് മതമാറ്റം നടക്കുന്നത്, അതുപോലെ ISISലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതം മാറ്റം നടക്കുന്നത്, ചാരിറ്റിയുടെ പുറകിലാണ് മതം മാറ്റം നടക്കുന്നത്, കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ മറ പിടിച്ചാണ് മതപരിവർത്തനം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ ആവശ്യങ്ങൾ, ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്ന് മാത്രമല്ല, അതൊരു വഴി, ഇത്തരത്തിലാണ് ഇവിടെ നടക്കുന്നത് എന്ന് കോരകോരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിന്റെ പുറകിലും ലവ് ജിഹാദാണ്, എല്ലാറ്റിന്റെ പുറകിലും ISIS റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, കടുത്ത നിയമങ്ങളും വ്യവസ്ഥകളും കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധിക്കുക. കടുത്ത നിയമങ്ങൾ, അഥവാ മതം മാറ്റത്തെ കുറിച്ച് ആലോചിക്കാനേ പറ്റാത്ത വിധം, ഒരാൾക്ക് മതം മാറുക എന്ന് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റാത്ത വിധം 100 കൂട്ടം നൂലാമാലകളാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, UPയിലെ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഒരാൾക്ക് മതം മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുമോ? പറ്റില്ല. കാരണം 100 കൂട്ടം വ്യവസ്ഥകളാണ്. 60 ദിവസം മുമ്പ് പോയി അഥവാ നൂലാമാലകൾ സൃഷ്ടിച്ച് സാധ്യമല്ലാത്ത ഒരു സാധ്യതയായി മതപരിവർത്തനത്തെ നിലനിർത്തുക. സാധ്യമല്ലാത്ത ഒരു സാധ്യത. സാധ്യമാണോ? സാധ്യമാണ്. എന്ന സാധ്യമല്ല. ആ രൂപത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി, വ്യവസ്ഥകൾ ഉണ്ടാക്കി, മതം മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. മറ്റൊന്നാണ്, അത് വേറൊരു വഴി. മറ്റൊരു വഴിയാണ് കായികമായി, ശാരീരികമായി തന്നെ നേരിടുക എന്ന് പറയുന്നത്. അതാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മർദ്ദനങ്ങളും കൊല്ലലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഭയപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മതം മാറിയാൽ ആവശ്യമില്ലാത്ത നിയമങ്ങൾ, ഇപ്പം ഇത്തരം നിയമങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു നീക്കത്തിനും തുനിയാതിരിക്കുക. 4ാമത്തെ കാര്യമാണ്, ഇവിടെ മുസ്ലിം ജനസംഖ്യ വല്ലാണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിം പോപ്പുലേഷൻ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം പ്രചരിപ്പിക്കുക. അത് കേരളത്തിലെ സംഘപരിവാറിന്റെ ആളുകളും ഈ പ്രചരണം നടത്തുന്നത് നമുക്കറിയാം. മുസ്ലിങ്ങൾ ഇവിടെ പിന്നെ ഗോൾവാൾക്കറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവിടെ മത്സ്യത്തെ പോലെ പെരുകുകയാണ്. മറ്റൊരു ജീവിയുടെ പേര് പക്ഷേ ഗോൾവാൾക്കർ പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചിലർ മറ്റൊരു ജീവിയുടെ പേരാണ് പറയാറുള്ളത്. ഗോൾവാൾക്കർ പറഞ്ഞു മത്സ്യത്തെ പോലെ ഇവിടെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭീതി ഉണ്ടാക്കി മുസ്ലിങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകിയാൽ എന്തു ചെയ്യും? ഇന്ത്യ അവർ പിടിച്ചടക്കും, പിന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കും, ഇവർ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഭീതി. നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരിലും എഫക്റ്റ് ചെയ്യില്ലെന്ന്. പക്ഷേ ആളുകളിൽ ഇത് എഫക്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ കുറേ കണക്കുകളും കാര്യങ്ങളും ഉള്ളതും ഇല്ലാത്തതും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കേൾക്കാമല്ലോ, മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. എന്നത് വല്ല വസ്തുതയാണോ? അല്ല. പക്ഷെ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും യോഗ്യതയും കഴിവുകളൊക്കെ ഉള്ള ആളുകൾ ഇന്നും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണെന്ന്. അപ്പൊ അത് പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പൊ പിന്നെ ഈ കാര്യം ഇത് അതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വിശ്വസിക്കില്ലേ? അപ്പൊ നിരന്തരം ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുക. ഇതിലൂടെയെല്ലാം ഈ മതപരിവർത്തനത്തിന് അല്ലാതെ തടയിടുക. അല്ലാതെ ഞങ്ങൾ നേരെ ഒരു മനുഷ്യൻ പഠിച്ചറിഞ്ഞ മതത്തിലേക്ക് മാറുന്നതിന് ഞങ്ങൾ എതിരാണെന്ന് പറയുന്നു എന്ന് വന്നാൽ അതൊരു മോശം പരിപാടിയാണ്. അത് ആളുകൾ കേട്ടാൽ തന്നെ ഒരു ന്യായമില്ലല്ലോ. അതിനെ തടയിടാനാണ് ഈ രീതികൾ ഇവർ അവലംബിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ മതം മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ ഹിന്ദു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയതുകൊണ്ട്
അയാൾക്ക് ദൈവികമായ മോക്ഷം നഷ്ടപ്പെടുമല്ലോ എന്ന വിചാരമല്ല സംഘപരിവാറിനെ നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ന്യായമുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു അമ്മ, ആ അമ്മ പ്രസവിച്ച് പെറ്റു വളർത്തി വലുതാക്കിയ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ പ്രായപൂർത്തിയായി കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ മതം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരമ്മ എന്നുള്ള നിലക്ക് അവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. അവരുടെ എതിർപ്പും, അത് മുസ്ലിം അമ്മ, ഹിന്ദു അമ്മ മാത്രമല്ല, മുസ്ലിം ഉമ്മയാണെങ്കിലും ക്രിസ്ത്യൻ ഉമ്മയാണെങ്കിലും നമുക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ ആത്മാർത്ഥതയും നമുക്ക് മനസ്സിലാക്കും. കാരണം പാരമ്പര്യമായി തങ്ങൾ തുടർന്നു വന്ന മതവിശ്വാസത്തിൽ നിന്ന് തങ്ങളുടെ മക്കൾ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ എന്നാൽ ആത്മാർത്ഥമായ വിഷമം. അപ്പോൾ അവരെതിർക്കും അതിന് നമ്മൾ ജനാധിപത്യപരമായ അവകാശം, പൗരസ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള പ്രതലത്തിൽ വെച്ച് നോക്കിക്കാണാനും പറ്റില്ല അതിനെ. കാരണം ആ മാനസികാവസ്ഥ മറ്റൊന്നാണ്. ജനാധിപത്യപരമായ അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. നമ്മളും അതിന് തന്നെയാണ് വാദിക്കുന്നത്, നമ്മളും അത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയല്ല സംഘപരിവാറിനുള്ളത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഐഡിയോളജിയുടെ ആളുകളാണ് അവർ. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ ആശയമല്ല, അതൊരു റിലീജിയസ് ഐഡിയ അല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ ഐഡിയയാണ്, രാഷ്ട്രീയ ആശയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ ആശയമായിരിക്കെ ഈ മതപരിവർത്തനത്തിന് അവർ എതിര് നിൽക്കുന്നതും രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. 2022 ഡിസംബർ മാസം 10-ാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ദീപക് ഗുപ്ത 2022 ഡിസംബർ മാസം 10-ാം തീയതി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഒരാളുടെ രാഷ്ട്രീയ അഭിപ്രായം മാറണമെങ്കിൽ ഭരണകൂടത്തെ അറിയിക്കണോ? ഇപ്പം നമ്മളാരെങ്കിലും രാഷ്ട്രീയ പാർട്ടി മാറി ഇവിടുത്തെ ഭരണകൂടത്തിന് അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരാൾ മതം മാറിയാലും അതിവിടുത്തെ രാഷ്ട്രത്തെയോ അതല്ലെങ്കിൽ ഭരണാധികാരികളെയോ സ്റ്റേറ്റിനെയോ അറിയിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? ഇത് അറിയിക്കണമെന്ന നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് ബഹുമാന്യനായ റിട്ടയർഡ് ജസ്റ്റിസ് ദീപക് ഗുപ്ത 2022 ഡിസംബർ 10-ാം തീയതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത്. അഥവാ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ തരത്തിലുള്ള മതപരിവർത്തനത്തിനും എതിരാണ്. പറയുമ്പോൾ ഫോഴ്സ്ഡ് കൺവെർഷൻ എന്നവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു മതം മാറുക എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധമായിട്ട് കണക്കാക്കുന്നവരാണ് അവർ. അത് മനസ്സിലാക്കണമെങ്കിൽ സംഘപരിവാറിന്റെ പ്രമാണരേഖയായ ബെഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര ഒരാവൃത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മതപരിവർത്തനം അവരുടെ കാഴ്ചപ്പാടിൽ ഒരു അശ്ലീലമാണ്, ഒരു അശ്ലീല പരിപാടിയാണ്, ദേശദ്രോഹ പ്രവർത്തനമാണ്. അതാണ് അവരുടെ കാഴ്ചപ്പാട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് മിനിഞ്ഞാന്ന് നടന്ന ഒരു സംഭവമാണ്. യുപിയിലെ ഒരു ജില്ലയിലെ മുസ്തഫാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ നാമം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ 27-ാം തീയതിയോ മറ്റോ, 30-ാം തീയതി മറ്റോ, 27-ാം തീയതിയോ മറ്റോ നടന്ന സംഭവമാണ്. യോഗി ആദിത്യനാഥ് മുസ്തഫാബാദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ മുസ്തഫാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നാമം മാറ്റിയിട്ട് കബീർധാം എന്നാക്കി. ഒന്ന് ആലോചിക്കണം, നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ പോലും മുസ്ലിം നാമം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് പിന്നെ ഒരു ഹിന്ദു മതം മാറി മുസ്ലിം നാമം സ്വീകരിക്കുന്നതോ ക്രിസ്ത്യൻ നാമം സ്വീകരിക്കുന്നതോ ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. ഒരു മുസ്ലിം സ്ഥലത്തിന് പോലും മുസ്ലിം നാമം ഇടുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾക്ക് പിന്നെ മതം മാറുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ പറയാൻ വേണ്ടി മാത്രമാണ് നിർബന്ധിത മതപരിവർത്തനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നത്. എന്നിട്ട് മതപരിവർത്തനത്തെ തന്നെ ഇല്ലാതാക്കും വിധം ഉള്ള പ്രവർത്തികൾ വളഞ്ഞ വഴിയിലൂടെ സ്വീകരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധ മതപരിവർത്തനത്തെ ഒരർത്ഥത്തിലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ശക്തമായി അപലപിക്കേണ്ട, ശക്തമായി എതിർക്കേണ്ട ഒന്നാണ് നിർബന്ധമായ ഒരാളെ മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്നത്. അതേസമയം മതം മാറുക എന്ന് പറയുന്നത് ഒരാളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. മതം മാറുക എന്ന് പറയുന്നത്. പാർട്ടി മാറുക എന്ന് പറയുന്നത്, സംഘടന മാറുക എന്ന് പറയുന്നത് ഒരാളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. ചിന്താപരമായി ആളുകൾ
വ്യത്യസ്തരായതുപോലെ അല്ലെങ്കിൽ ചിന്താപരമായ സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മതം മാറ്റം, സംഘടനാ മാറ്റം, പാർട്ടി മാറ്റം ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കും. കാരണം ചിന്താപരമായി വ്യത്യസ്തരാണ്, ചിന്താപരമായി സ്വാതന്ത്ര്യമുള്ള, ഫ്രീഡം ഓഫ് തിങ്കിങ് ഉള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞയാളാണ്. അതേപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞത് കേട്ടു നോക്കൂ, ഹിന്ദുമതം, ക്രിസ്തുമതം എന്നിങ്ങനെ പ്രത്യേക നാമങ്ങളിൽ അറിയപ്പെടുന്ന മതങ്ങളിൽ ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ആ മതത്തിൽ വിശ്വാസമില്ലെന്ന് വന്നാൽ അയാൾ ആ മതം എത്രയും പെട്ടെന്ന് മാറുകയാണ് വേണ്ടത്. വിശ്വാസമില്ലാത്ത മതത്തിൽ നിൽക്കുന്നത് ഭീരുത്വവും കാപട്യവുമാണ്. ശ്രീനാരായണ ഗുരു സ്വന്തം വചനങ്ങളിലൂടെ എന്നുള്ള പുസ്തകം തുറന്നു നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും. പക്ഷേ അപ്പോഴും നിർബന്ധമായ മതപരിവർത്തനം, ഒരാളെ പ്രകോപിപ്പിച്ച് മതം മാറ്റുക, ഒരാളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുക, ഒരാളെ സാമ്പത്തികം അയാളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് മതം മാറ്റുക, ഇതൊക്കെ അപലപിക്കേണ്ടതാണ്, ഇതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതായത് പ്രകോപിപ്പിച്ച് മതം മാറ്റുക, പ്രലോഭിപ്പിച്ച് മതം മാറ്റുക എന്ന് പറയുന്നതും മതമേ മാറാൻ പാടില്ല എന്ന് പറയും. ഈ രണ്ടു കൂട്ടരും ഒരേ വേവ് ലെങ്തിലാണ് ചിന്തിക്കുന്നത്. രണ്ടു കൂട്ടരുടെയും പാറ്റേൺ ഓഫ് തോട്ട് ഒന്നാണ്, ചിന്താ രീതി ഒന്നാണ്. അവർ ഒരേ വേവ് ലെങ്ത്, രണ്ടും അന്തക്കേടാണ്. മതം മാറാൻ പാടില്ല എന്ന് പറയുന്നതും അന്തക്കേടാണ്. അതേപോലെ തന്നെ പിന്നെ നിർബന്ധിച്ച് മതം മാറ്റുക, പ്രലോഭിപ്പിച്ച് മതം മാറ്റുക എന്ന് പറയുന്നത് അന്തക്കേടാണ്. ഇത് അന്തക്കേടാണെന്ന് പറയുന്നത് ജനാധിപത്യപരമായ ഒരു അവകാശം എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രതലത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറം നോക്കിയാലും അന്തക്കേടാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും കൃത്യമായി അത് അറിഞ്ഞിരിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിർബന്ധിച്ചുള്ള എല്ലാ മതം മാറ്റത്തിനും, പ്രലോഭിപ്പിച്ചുള്ള എല്ലാ മതം മാറ്റത്തിനും ഇസ്ലാം എതിരാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് മനുഷ്യന് ചിന്താ സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത് കാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, സൂറത്തുൽ ബഖറയിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും. ഇത് കാല റബ്ബുക്കലിൽ മലായിക്കത്തി, നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് മലക്കളോട് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഒരു ഫ്രീവിലുള്ള ജീവിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. സ്വതന്ത്രമായി ഇച്ഛാശക്തിയുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കാൻ പോകുന്നു. ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെയുള്ള ജീവിയാണ്. കാരണം ബാക്കി ജീവജാലങ്ങൾക്കൊന്നും അതില്ല. ഈ ജീവിക്ക് ഞാനത് നൽകുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മലക്കുകൾ മനുഷ്യന്റെ പ്രത്യേകതയായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീ വിൽ, ഫ്രീഡം ഓഫ് തിങ്കിങ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം, ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മാറ്റി മറ്റൊന്ന് എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയെ ഞാനിവിടെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള ഒരു ബേസ്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ള ഒരു വാചകം 6 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതിതാണ് വലൗ ശാ റബ്ബുക ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ. വലൗ ശാ റബ്ബുക, താങ്കളുടെ റബ്ബ് വിചാരിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേ മതത്തിൽ കൊണ്ടുവരുവാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. വലൗ ശാ റബ്ബുക ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ, എല്ലാ ജനങ്ങളെയും ഒറ്റ ഉമ്മത്താക്കി മാറ്റാൻ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. ഈ ആശയമുള്ള 6 ആയത്തുകൾ ഖുർആനിലുണ്ട്. സൂറത്തുൽ ഹൂദിലുണ്ട്, അതേപോലെ തന്നെ മറ്റു പലയിടങ്ങളിലുമുണ്ട്. അഥവാ സൂറത്ത് യൂനുസിലുണ്ട്. അങ്ങനെ പലയിടത്തും കാണാൻ പറ്റും. ഇതെന്താ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും ഈ മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചതുപോലെ മറിച്ചൊന്ന് ചിന്തിക്കാതിരിക്കുമാറുള്ള ബുദ്ധി തലച്ചോറ് നൽകിക്കൊണ്ട് അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും അള്ളാഹുവിന്റെ ദീനിൽ നിലനിർത്താമായിരുന്നു. ഇത് പറയുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്
മനുഷ്യന് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമ്മൾ നിർബന്ധിച്ച് ഒരാളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല. അവന്റെ ചിന്താ സ്വാതന്ത്ര്യത്തിന് അത് വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നതിനർത്ഥം. ആ പറയുന്നതിനർത്ഥം എല്ലാ മതങ്ങളെയും അള്ളാഹു അംഗീകരിക്കുന്നു എന്നുള്ള നിലക്കല്ല, മറിച്ച് നമ്മുടെ ഇടപെടൽ അതിനകത്തില്ല. മനുഷ്യന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി, ആ ബുദ്ധിയുടെ ഭാഗമായി, ആ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെയും കഴിവിന്റെയും ഭാഗമായി അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു കാരണവശാലും നിർബന്ധ മതപരിവർത്തനത്തിനെ അനുകൂലിക്കാത്തത്. ഒരു കാരണം. മറ്റൊരു കാരണവും കൂടി ഉണ്ട്. ഇതിന് മറുവശമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ ദർശനത്തെ ഊന്നി പറയുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. ഏകദൈവ ദർശനം. പരലോകം അടിസ്ഥാനപരമായി തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദർശനമാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ മുഖ്യമായും ഈ രണ്ട് പില്ലറുകളാണ്. അഥവാ ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്, ആ ദൈവം ഏകനാണ്, ആ ദൈവം പരമാധികാരിയാണ്. ഇതാണ് ഒന്നാമത്തെ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, മനുഷ്യൻ വിചാരണയെ അഭിമുഖീകരിക്കുന്ന ഒരു പരലോകമെന്ന മറുലോകമുണ്ട്. ഇതാണ് രണ്ടാമത്തെ പില്ലർ. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ വിശ്വാസം നിഷേധിക്കുന്നവൻ വലിയ പാപം ചെയ്തവനായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഈ രണ്ട് വിശ്വാസത്തെ തള്ളിക്കളഞ്ഞവൻ മഹാപാപം ചെയ്തവനായിട്ടാണ് കാണുന്നത്. നാളെ അവന് മോക്ഷം ലഭിക്കില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മറ്റൊന്നുകൂടി നിശ്ചയിച്ചു, ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കണം. ജനങ്ങൾ അറിയണം ഇത്. അങ്ങനെ അവർ പാപികളായി മാറരുത്, അവർ മോക്ഷം ലഭിക്കുന്നവരായി മാറണം. അതുകൊണ്ട് ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം എന്ന് മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദപ്രമാണത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇത്രയൊക്കെ ചെയ്ത ഇസ്ലാം പക്ഷേ ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റാൻ സമ്മതിക്കുന്നുമില്ല. ഇതൊക്കെ ശക്തമായി പറയുമ്പോഴും നിർബന്ധിച്ച് പ്രകോപിപ്പിച്ച് ഒരാളെയും മതം മാറ്റാൻ ഇസ്ലാം പറയുന്നില്ല. ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട പ്രഥമ വ്യക്തി എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞു കൊടുത്തു, നബിയേ, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കാൻ പറ്റുമായിരുന്നു എന്നിരിക്കെ അഫഅൻത തുക്രിഹു നാസ, താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ മുഅ്മിനാവാൻ? ഇത് ആരോടാ ചോദിക്കുന്നത്? മുഹമ്മദ് നബിയോടാ ചോദിക്കുന്നത്. ഇവരെല്ലാവരും വേണമെങ്കിൽ എനിക്ക് മുഅ്മിനാക്കാൻ പറ്റും, ഞാനത് ചെയ്തിട്ടില്ല, അവരുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന് ഞാനത് വിട്ടിരിക്കുകയാണ്. പിന്നെ താങ്കൾ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു നിർബന്ധിക്കുകയാണോ എന്ന് അള്ളാഹ് ആരോടെ ചോദിക്കുന്നത്? സാക്ഷാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ ചോദിക്കുന്നത്. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ആദ്യമായി പറഞ്ഞു വിട്ട മനുഷ്യരോടാണ് പറയുന്നത്. അവസാനത്തെ പ്രവാചകനോടാണ് പറയുന്നത്, മനുഷ്യരോടല്ല പറയുന്നത്, പ്രവാചകനോടാണ് പറയുന്നത്. താങ്കൾ നിർബന്ധിക്കുകയാണോ? നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഫദക്കിർ, നബിയെ, ഈ സന്ദേശം അവരോട് പറഞ്ഞേക്കുക. ഇതാണ് ഇതിന്റെ അടിസ്ഥാനങ്ങൾ, ഇതാണ് ഇതിന്റെ വിശദാംശങ്ങൾ. ഇത് പറഞ്ഞേക്കൂ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കൾ അവരുടെ മേൽ ഒരു കാരണവശാലും സമ്മർദ്ദം ചെലുത്തേണ്ടവനല്ല. അവരെല്ലാവരെയും ഞാൻ സൃഷ്ടിച്ചതാണ്. ഇന്ന ഇലൈനാ ഇയ്യാബഹും, അവർ എങ്കലേക്കാണ് തിരിച്ചു വരേണ്ടത്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഞാൻ അവരെ വിചാരണ ചെയ്തു കൊള്ളാം. എത്ര സിമ്പിളാണ് കാര്യങ്ങൾ, എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. എൻ്റെ അടുക്കലേക്കാണ് അവർ വരുന്നത്, ഞാൻ അവരെ വിചാരണ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധത്തിൻ്റെ കാര്യമില്ല. കാര്യം പറഞ്ഞു കൊടുത്തേക്കാം, അതിനപ്പുറം ഒരു സ്വാധീനവും ചെലുത്തേണ്ടതില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇസ്ലാം നിർബന്ധ മതപരിവർത്തനത്തെ നിരാകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൂടി നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇനി പറയുന്നത് കൂടുതൽ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു മതമല്ല. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാം ഒരു മതമല്ല, ജീവിത വ്യവസ്ഥയാണ്, വേ ഓഫ് ലൈഫാണ്, സ്കീം ഓഫ് ലൈഫാണ്.
അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, പരലോകം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച അതിന്റെ രണ്ടാമത്തെ പില്ലറാണ്, ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പരലോകത്ത് മോക്ഷം നിശ്ചയിക്കുന്ന ആരാ? പടച്ചമ്പുരാനാണ്. അത് നമ്മുടെ കയ്യിലൊന്നും അല്ല ഉള്ളത്, പടച്ചമ്പുരാനാണുള്ളത്. ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മോക്ഷം ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ടോ ആ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിച്ചതുകൊണ്ടോ ഒരു കാരണവശാലും അയാൾക്ക് മോക്ഷം ലഭിക്കണമെന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ ഉറച്ച നിലപാട് സത്യവിശ്വാസത്തോടൊപ്പം ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്തവന് മാത്രമാണ് മോക്ഷം ഉണ്ടാവുക. അതല്ലാതെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ടോ ഗവൺമെന്റ് രജിസ്റ്ററിൽ മുസ്ലിമാണെന്ന് രേഖപ്പെടുത്തിയതുകൊണ്ടോ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അയാളെ മുസ്ലിമാണെന്ന് അംഗീകരിക്കുന്നതുകൊണ്ടോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസവും ആ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മവും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ പ്രലോഭിപ്പിച്ചോ ഒരാളെ പ്രകോപിപ്പിച്ചോ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് കാര്യമില്ല. അതാണ് അതിന്റെ മൗലികമായ അടിത്തറ. ഇതൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. നിർബന്ധിച്ച ഒരാളെ കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ അയാൾ വിശ്വസിക്കുന്നുണ്ടാവും ഈ പ്രപഞ്ചത്തിനൊരു അള്ളാഹ് ഉണ്ട്, ഒരള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അയാൾ മുസ്ലിം ആവോ? മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിം ആവോ? മുസ്ലിം ആവില്ല. സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കണം. ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, വൽ അസർ, കാലമാണ് സത്യം, ഹിസ്റ്ററിയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്തവരൊഴികെ. വളരെ കൃത്യമാണ് അള്ളാഹു പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ ഓതി വച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 62-ാം വചനം, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു, നിങ്ങൾ മുഹമ്മദ് നബിയിലും ഖുർആനിലും വിശ്വസിച്ചവരാകട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളാകട്ടെ, നിങ്ങൾ ജൂതരാകട്ടെ, നിങ്ങൾ സാബികളാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, ആ വിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്താൽ അവന് മോക്ഷമുണ്ട്. 2-ാം അധ്യായം 62-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ. ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ. ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയല്ല ചെയ്തത്. ഇത് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? വിശുദ്ധ ഖുർആനിൽ 70-ലേറെ തവണ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കുന്ന മതമല്ല. ഇസ്ലാം ഒരു കുറേ സൽക്കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതമല്ല. ഇസ്ലാം ഇത് രണ്ടിനെയും കൂടി വളരെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ദർശനമാണ്. അതുകൊണ്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഒരു പുണ്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, പ്രവാചകനോട് യാതൊരുവിധ മറയുമില്ലാതെ പറഞ്ഞു, എല്ലാവരോടുമായി പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. ശരിയേത് തെറ്റേത്, ധർമ്മമേത് അധർമ്മമേത്, പാപമേത് നന്മയേത് എന്ന് കൃത്യമായി വെളിവാക്കപ്പെട്ടിരിക്കെ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഫമൻ ശാ ഫൽയുമിൻ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം. വമൻ ശാ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് ഈ സത്യത്തെ നിഷേധിക്കുകയും ചെയ്യാം. പിന്നെന്ത് വേണം? പിന്നെന്തിനാ നിർബന്ധിക്കണത്? പിന്നെന്തിനാ കാശ് കൊടുത്ത ഒരാളെ മുസ്ലിമാക്കണത്? പിന്നെന്തിനാണ് പ്രണയിച്ച ഒരാളെ മുസ്ലിമാക്കണത്? ഇതിൻ്റെ ഒന്നും ആവശ്യം സത്യവിശ്വാസിക്കില്ല. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതപരിവർത്തനത്തെ എതിർക്കുന്ന, നിർബന്ധ മതപരിവർത്തനത്തെ, പ്രലോഭിപ്പിച്ചിട്ടുള്ള മതപരിവർത്തനത്തെ, പ്രകോപിപ്പിച്ചിട്ടുള്ള മതപരിവർത്തനത്തെ, ഒരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനത്തെ ഇസ്ലാം നിരാകരിക്കുന്നതിൻ്റെ ലോജിക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് നമ്മളറിയണം, ബാക്കിയുള്ളവർക്കോട്ടും അറിയാൻ പാടില്ല, നമ്മളെങ്കിലും അറിയണ്ടേ. ഇന്ന കാരണം കൊണ്ടാണ്. അല്ലാതെ നമ്മൾ തൽക്കാലം എവിടെയെങ്കിലുള്ള ഒരു അടവ് നയം എന്നുള്ള നിലക്കൊന്നുമല്ല നമ്മൾ ഈ വിഷയം പറയുന്നത്. ഇപ്പം എല്ലാവരും കാര്യങ്ങൾ പറയുന്നത് അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. നമ്മൾ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടും അല്ല പറയുന്നത്. ഇത് ഇസ്ലാമിൻ്റെ പ്രമാണ രേഖ പറയുന്നതാണ്. ഞാൻ ഒരു ചരിത്ര ഗ്രന്ഥം ഉദ്ധരിച്ചിട്ടില്ല,
ഇതൊന്നും നമ്മൾ ഉദ്ധരിച്ചല്ല, പ്രമാണ രേഖ വെച്ച് തന്നെയാണ് സംസാരിച്ചത്. ഇത് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകണം. എന്തുണ്ടാവണം? ഇതിങ്ങനെ ഒരു കാനേശുകുമാരി അവകാശവാദം കൊണ്ടോ അതല്ലെങ്കിൽ കാനേശുകുമാരി മുസ്ലിം ആയതുകൊണ്ടോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായതുകൊണ്ടോ, ഇപ്പം 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവണോ, 2002 അല്ലെങ്കിൽ 2000 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവണമെന്ന് പറഞ്ഞിട്ടും പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിവിടെ ശരിയാവില്ല. അതാണ് ഇവിടെ ശരിയാകണമെങ്കിൽ നല്ല സത്യവിശ്വാസം, പ്യുവർ സത്യവിശ്വാസം വേണം. ആ സത്യവിശ്വാസത്തെ ജീവിക്കുന്നിടത്തോളം കാലം ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവനാണ് മുസ്ലിം. ഇത് നമുക്ക് നന്നായി മനസ്സിലാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.